കേരള രാഷ്ട്രീയം മാറുകയാണ്. അതിന്റെ ആചാരപടി ഇന്നലെ മുനമ്പത്ത് മുഴങ്ങിക്കഴിഞ്ഞു. 55ഓളം പേരാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ഇന്നലെ BJP അംഗത്വം സ്വീകരിച്ചത്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി വിളറി പിടിച്ച കോൺഗ്രസ് നേതാവ് VD സതീശൻ മാധ്യമങ്ങളോട് ചില പച്ചക്കള്ളങ്ങൾ പറയുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ഔട്ട്സ്പോക്കൺ ഈ ലക്കത്തിൽ പറയുന്നത്. ഇന്നലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ മുനമ്പം സമരപന്തൽ സന്ദർശിക്കുകയുണ്ടായി. അവിടെ മുനമ്പം സ്വദേശിയും മുനമ്പം സമരസമിതിയുടെ നേതൃത്വ നിരയിലെ ഒരാളുമായ തയ്യിൽ ഫിലിപ്പ് ജോസഫ് രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിൽ വെച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള മുനമ്പത്തുകാർ വഖഫ് ബോർഡിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവരിൽ നിന്നും ഉണ്ടായ പ്രതികരണങ്ങളെ തുടർന്ന് ഇറങ്ങിപ്പോരാൻ നേരം അവർ പറയുകയുണ്ടായി, വഖഫ് ബോർഡിന്റെ തകർച്ചയുടെ തുടക്കം മുനമ്പത്ത് നിന്നായിരിക്കുമെന്ന്. അത് അക്ഷരാർത്ഥത്തിൽ സത്യമായി തീർന്നിരിക്കുകയാണ്. ആ വാക്കുകളിലെ 3.5 വർഷം മുമ്പ് ഈ വഖഫ് എന്ന് പറഞ്ഞ ഈ പേട്ടത്തേങ്ങ ഞങ്ങളുടെ തലയിൽ വീണിട്ട് ഇതെന്താണെന്ന് അറിയാതെ ഞങ്ങൾ വഖഫിന്റെ ഓഫീസിൽ പോയ ഒരു ചരിത്രമുണ്ട്. അപ്പൊ അവിടുത്തെ വഖഫിന്റെ അന്നത്തെ CEO ആയ ജമാൽ പറഞ്ഞു, നിങ്ങൾക്ക് വഖഫ് ബോർഡ് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഇത്ര ലക്ഷം ആസ്തിയുള്ള ഒരു സ്വത്തുള്ള ഒരു ടീമാണ്, ഞങ്ങൾക്ക് 110ഓളം ഇന്ത്യയിലെ ഫേമസ് വക്കീലന്മാരുണ്ട്, അതുണ്ട് ഇതുണ്ട്, അത് കാരണം ഭാവിയിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും വഖഫ് ബോർഡ് എന്താണെന്ന്. പക്ഷെ സാറ് ഞങ്ങൾക്ക് ഇത് എന്താണെന്ന് അറിയാതെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സജീവ പ്രവർത്തകനായിരുന്നു സജാവ് ഇവിടുത്തെ സമരസമിതിയിലുള്ള എൻ്റെ ബ്രദർ കൂടിയ സെബാസ്റ്റ്യൻ വഖഫ് ബോർഡിന്റെ അന്നത്തെ CEO ജമാലിനോട് പറഞ്ഞു, സാറേ ഞങ്ങൾ സാധാ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾക്ക് എന്താണ് വഖഫ് ബോർഡ് എന്നൊന്നും കൂടി അറിയാൻ പാടില്ല. സാറിന്റെ പോലെ ശക്തിയോ സാറിന്റെ പോലെ സാന്നിധ്യങ്ങളോ സാറിന്റെ പോലെ സന്നാഹങ്ങളോ ഒന്നുമില്ല. പക്ഷെ സാറ് മനസ്സിൽ വെച്ചോ, വഖഫ് ബോർഡിന്റെ അടിവേരുകൾ ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പറഞ്ഞു, മിസ്റ്റർ ജമാൽ, ഇഫ് യു ആർ ഹിയറിംഗ് us, കീപ് ഇൻ മൈൻഡ്, ഞങ്ങൾ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ് വഖഫ് ബോർഡിന്റെ അടിവേരളകൾ ആദ്യത്തെ ആണിക്കല്ലായിരിക്കുള്ളൂ ഈ മാതാവിന്റെ മണ്ണ്. ശരിക്കും വഖഫ് ബോർഡിന്റെ തകർച്ചയുടെ തുടക്കം മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തകർച്ചയുടെ തുടക്കവും മുനമ്പത്ത് നിന്നും തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ 55 പേർക്കാണ് മെമ്പർഷിപ്പ് നൽകിയത്. അവിടുത്തെ കുടിയിറക്ക് ഭീഷണി നേരിടുന്നവരിൽ ആരും തന്നെ ഇതുവരെ BJPക്കാരുണ്ടായിരുന്നില്ല. അവരിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ്സുകാരായിരുന്നു, കുറച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. ഇന്നുവരെ മുനമ്പത്തിന്റെ മണ്ണിൽ നിന്നും ഒരു വോട്ട് പോലും BJPക്ക് ലഭിച്ചിട്ടില്ല. അവർ ഇത്രയും കാലം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചോ, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്തോ, ആർക്കൊക്കെ വോട്ട് ചെയ്തോ, അവരെല്ലാവരും ആ മുനമ്പത്തെ ആ പാവങ്ങളെ പിന്നിൽ നിന്നും കുത്തുകയായിരുന്നു. അവരെ പെരുവഴിയിൽ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് കേരള നിയമസഭ മുതൽ ഡൽഹിയിലെ പാർലമെന്റിൽ വരെ അവർ വഖഫ് ബോർഡിന് വേണ്ടി പരമാവധി പണിയെടുത്തു. നാം അതെല്ലാം കണ്ടതാണ്. ഈ കുടിയിറക്ക് ഭീഷണി നേരിടുന്നവരിൽ ഒരാൾ പോലും BJPക്കാരനില്ലായിരുന്നു. എന്നിട്ടും BJP എന്ന് പറയുന്ന പ്രസ്ഥാനം മാത്രമാണ് അവർക്കൊപ്പം ആദ്യാവസാനം നിലകൊണ്ടത്. അതിന്റെ നന്ദി മുനമ്പത്തുകാർ ആ പ്രസ്ഥാനത്തോട് കാട്ടിത്തുടങ്ങിയിരിക്കുന്നു. ശരിക്കും കേരള രാഷ്ട്രീയം വഖഫ് നിയമ ഭേദഗതിക്ക് മുൻപും ശേഷവും എന്ന് ചരിത്രം രേഖപ്പെടുത്താൻ പോവുകയാണ്. ഇന്നലെ കോൺഗ്രസിന്റെ ഇടുക്കി ജില്ലാ DCC ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം കോൺഗ്രസ് മുസ്ലിം സമുദായത്തോട് കാട്ടുന്ന അമിതമായ പ്രീണനത്തിലും വഖഫ് നിലപാടിലും പ്രതിഷേധിച്ച് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. ഇപ്പോഴിതാ എറണാകുളത്ത് കോൺഗ്രസിന്റെ അടിവേര് ഇളകി തുടങ്ങിയിരിക്കുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ജാള്യത മറയ്ക്കുവാനാണ് ഇന്ന് VD സതീശൻ മാധ്യമങ്ങളോട് ഒരു പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത്. അവിടെയൊക്കെ ഉള്ള BJPക്കാർ തന്നെ BJP ചേർന്ന്, അല്ലാതെ പുതിയതായിട്ടൊന്നും ആരും BJP ചേർന്നിട്ടില്ല. അവിടെയൊക്കെ ഉള്ള BJPക്കാർ തന്നെ BJP ചേർന്ന്, അല്ലാതെ പുതിയതായിട്ടൊന്നും ആരും BJP ചേർന്നിട്ടില്ല. ഇതൊക്കെ വെറുതെ ക്യാമ്പയിനല്ലേ, അതൊക്കെ നമുക്കറിയാം. പ്രതിപക്ഷ നേതാവിന്റെ ഈ വീഡിയോ കണ്ടതിനെ തുടർന്ന് മുനമ്പം സമരസമിതിയിലെ യങ് ടർക്കായിട്ടുള്ള റെനി ദേവസിയെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. സതീശൻ പറഞ്ഞതിനെ കുറിച്ച് എന്താണ് റെനി ദേവസിക്ക് പറയാനുള്ളതെന്ന്. റെനി ബ്രോ, ഞാൻ ഇപ്പോ നമ്മുടെ VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വീഡിയോ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് മുനമ്പത്തെ പഴയ BJPക്കാർ തന്നെ വീണ്ടും BJPയിൽ ചേർന്നതാ, അതൊക്കെ ഒരു ക്യാമ്പയിനാണ്, തട്ടിപ്പാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്.
എന്താണ് അല്ല, ശരി ഇന്നലെ പറഞ്ഞോളൂ. എന്നാൽ ശരിക്കും പറഞ്ഞാല് വി.ഡി. സതീശന് ഇപ്പൊ വായെടുത്ത നുണയാണ് പറയുന്നത്. നമുക്കതിന് തലയ്ക്ക് ഒന്നുമില്ല. ഭ്രാന്തായെന്ന് തോന്നില്ല. അത് കറക്റ്റ് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. കറക്റ്റ് പുള്ളിക്ക് അവിടെയുള്ള ലോക്കൽ ഇപ്പൊ ഞാനൊക്കെ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഏകദേശം ഇപ്പൊ ഹൈബീഡിന് വരെ ഞാൻ പ്രവർത്തിച്ചിട്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് മാറിയതിനു ശേഷമാണ് ഇതിന് ഇല്ലാണ്ടായത്. ഓക്കെ. അപ്പൊ അവിടെ എത്രയോ ലോക്കൽ ആയിട്ടുള്ള ഈ കോൺഗ്രസിന്റെ ആളുകളുണ്ട്, നേതാക്കന്മാരുണ്ട്. ഒരു വാക്ക് വി.ഡി. സതീശന് വിളിച്ചു ചോദിച്ചാൽ പോലെ ഇങ്ങനൊരു പ്രശ്നം നടന്നോ? അപ്പൊ അവര് പറയുമല്ലോ കറക്റ്റ് ആയിട്ട്. ഇന്നലെ എത്ര പേര് ശരിക്കും ഇന്നലെ ബ്രദറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളൊരു 35 പേരുടെയായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. ഓക്കെ. അപ്പൊ കാരണം രാജീവ് ചന്ദ്രശേഖരന് സമയമില്ല എന്നുള്ള ഇത് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 200ഓളം പേര് ഇന്നലെ തന്നെ റെഡിയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞങ്ങളൊരു 35 ആക്കി. എന്നിട്ടും 35 പേരുടെ ലിസ്റ്റാണ് കൊടുത്തത്. പക്ഷെ 55 പേര് ഇന്നലെ പുള്ളിയുടെ നിന്ന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ഇതില് എല്ലാവരും ഏത് പാർട്ടിക്കാരാണ്? കോൺഗ്രസ്സുകാർ എത്ര പേരുണ്ടാവും? 55 പേരില് ഹാർഡ് കോർ കോൺഗ്രസ്സുകാരാണ് ഈ ഇരിക്കുന്നത്. അതിലൊരു 45 പേരോളം അതായത് ജനിച്ചിട്ട് ഇതുവരെ കോൺഗ്രസിന് മാത്രം കുറിച്ചിട്ടുള്ള ആൾക്കാരാണ്. ബാക്കി 10ഓളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിലെന്ന് പറഞ്ഞാൽ തന്നെ കട്ട സഖാക്കൾ, അതായത് പാർട്ടിയുടെ പഴയ പല സമരങ്ങളിലും ഭയങ്കരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ റോയ് കുരിശിങ്കലൊക്കെ നമ്മുടെ റോയ് കുരിശിങ്കലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഫാമിലി അത്ര ഡീപ്പായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൂടാതെ ജോയ് ദേവസി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസം എന്താണെന്ന് ഞങ്ങള് കണ്ടു പഠിച്ചത് അദ്ദേഹത്തിലൂടെയാണ്. കാരണം അവിടുത്തെ ഒരു തീവ്ര കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹമാണ് ആദ്യം ഇറങ്ങിയത് ഇതിന്. പിന്നീട് നിക്സൺ കാഞ്ഞിരത്തിങ്കൽ. അല്ല, ഈ 55 പേരില് ക്രിസ്ത്യാനികൾ എത്ര പേരുണ്ടാവും? ക്രിസ്ത്യാനികളാണ് 96%. അത് ശരി. കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 2-3 പേരാണ് ഹിന്ദുക്കൾ. അപ്പൊ ആ ഹിന്ദുക്കൾ വേണമെന്നുണ്ടെങ്കിൽ ബിജെപിക്കാരാണെന്ന് പറയാം. അവരൊന്നുമല്ല, അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് ശരി. അപ്പൊ എന്തായാലും മുനമ്പത്തും മേനാങ്കലിനി മാതാപ്പള്ളി ഇടവകയിൽ എന്തായാലും ഒരു ക്രിസ്ത്യാനിയും ബിജെപിക്കാർ ഇതുവരെ ഇല്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, അവിടെ ഒരു വാർഡിൽ ഒരു ബിജെപിക്ക് ഒരു വോട്ട് പോൾ ചെയ്തിട്ടില്ല. ഇനി അതിന്റെ അപ്പുറത്തും ഇല്ലല്ലോ. അതെ അല്ലെ. ഒരു വോട്ട് പോലും ഇതുവരെ പോൾ ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലമാണ്. ഇനി കൂടുതൽ ഇവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എക്സ് മെമ്പർ എന്ന് പറഞ്ഞത് സുനിൽ ചൂതമ്പറമ്പിൽ, അദ്ദേഹം ഈ സമരമായിട്ട് ബന്ധപ്പെട്ട് കുറെ നാളുകൾ ഇതിന്റെ ഒപ്പം നടന്നാണ്. വി.ഡി. സതീശന് സുനിൽ ചൂതമ്പറമ്പിനോട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാല് കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. അദ്ദേഹം ഞങ്ങളുടെ എക്സ് മെമ്പറാണ്. അല്ല, ഈ മുൻപ് സമരസമിതിയിലുള്ള നമ്മുടെ ബെന്നിച്ചേട്ടനും നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടനും അവർ രണ്ടുപേരും, ഒരാൾ കോൺഗ്രസും ഒരാൾ കമ്മ്യൂണിസ്റ്റും അല്ലേ? രണ്ടുപേരും ഒരാള് ഹാർഡ് കോർ കോൺഗ്രസ്സുകാരനും ഒരാള് കമ്മ്യൂണിസ്റ്റുകാരനാണ്. അത് ശരി. ബെന്നിച്ചേട്ടൻ കോൺഗ്രസ്സുകാരൻ, ഈ സെബാസ്റ്റ്യൻ ചേട്ടനാണ് കോൺഗ്രസ്സുകാരൻ. ബെന്നിച്ചേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരൻ. ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കണം ജീവിതത്തിൽ ഇനി വേറൊരാൾക്കും വോട്ട് ചെയ്യില്ലെന്നാണ്. എന്നാ സെബാസ്റ്റ്യൻ ചേട്ടനെ കൊണ്ട് പറഞ്ഞിപ്പിച്ചാ പോരെ വേണമെന്നുണ്ടെങ്കിൽ വി.ഡി. സതീശന്. വി.ഡി. സതീശന് സെബാസ്റ്റ്യന്റെ നമ്പറുണ്ട്, ഹൈബീഡിന് സെബാസ്റ്റ്യന്റെ നമ്പറുണ്ട്. അതെ. ഈ രണ്ടുപേരുടെയും കയ്യിൽ സെബാസ്റ്റ്യൻ ചേട്ടൻ നമ്പറുണ്ട്. ഇവരെല്ലാവരും ഇവരുടെ പൊളിറ്റിക്സ് കളിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാണ്. ഈ കാര്യം വിളിച്ചു ചോദിച്ചാ പോരെ, സിമ്പിൾ അല്ലേ? പുള്ളിക്ക് ഇപ്പൊ അടിവേരെ ഇളകിന്ന് മനസ്സിലായി. അപ്പൊ ജാള്യത ഒഴിവാക്കാനായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് കാച്ചുന്നതാണ്. അല്ല, അത് കയ്യിലിരിപ്പോണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതായത് ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കഷത്തിലുള്ളത് പോകാൻ പാടില്ല. ഇപ്പൊ രണ്ടുമില്ല. അതെ. വഖഫ് ബില്ല് പാസ്സാവുകയും ചെയ്ത് ഇവിടുന്ന് സാധനം പോവുകയും ചെയ്തു. ഇനി ആരെങ്കിലും ഒക്കെ ബിജെപി ചേരാനായിട്ട് അവിടെ ഉണ്ടോ? ഏകദേശം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്നെ ചീത്ത വിളിക്കാത്തൊരു കുറവാണ്. കാരണം നാട് മുഴുവൻ എന്റെ പുറകെ നടന്നിട്ട് പറയാണ്, നീ ഞങ്ങളെ ചേർക്കാത്ത എന്താണ്, ഞങ്ങളെ ചേർക്കാത്ത എന്താണ്. ഭയങ്കര തിരക്കായി പോയല്ലോ, എല്ലാരും കൂടി ഇടിച്ചു കയറുന്ന ഒരു അവസ്ഥയായിരുന്നു. അതെ, പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പുറത്ത് വരുമ്പോ തന്നെ പ്ലാൻ ആക്കിയിട്ട് പുള്ളിനെ പുതിയ മെമ്പർമാരെ ആനയിച്ചു കൊണ്ടുവരാന്നുള്ളതിലായിരുന്നു. പക്ഷെ പല സ്ഥലത്തുനിന്നും വന്ന ബിജെപി പ്രവർത്തകരും അതോടൊപ്പം തുഷാർ വെള്ളപ്പള്ളി ഉണ്ടായിരുന്നല്ലോ, അവരുടെ പ്രവർത്തകർ എല്ലാവരും കൂടി ആകെ ഒരു തിക്കുമുട്ടായി പോയി അവിടെ. അപ്പൊ ഇനിയുള്ളത് ഇനി ഒരു ഏകദേശം ഒരു 500 പേരെങ്കിലും റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതൊന്നല്ലെങ്കിൽ കിരൺ റിജിജു സാറ് 9-ാം തീയതി വരുന്നുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കും. അല്ലെങ്കിൽ സുരേഷ് ഗോപി സാർ ഇന്നോ നാളെയായിട്ടോ കൺഫേം ആയില്ല, അത് എന്നാണ് വന്നെന്ന് പുള്ളി വന്നനുസരിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആളുകള് 630 കുടുംബങ്ങളും മാറിയൊക്കെയാണ് അവിടെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നന്ദിയുള്ളവരാണ് മുൻപത്തുകാർ. അതാണ് അതിന്റെ അപ്പുറത്തേക്ക് വേറെ. വെരി ഗുഡ്. ഞാനത് ഈ വാർത്ത ഇപ്പൊ വന്നത് കൊണ്ട് ഞാനത് ചോദിച്ചതാണ്. അപ്പൊ നാളെ ഞങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നാളെ നമുക്ക് നേരിട്ട് കാണാം. ഉറപ്പായിട്ടും നാളെ 4 മണിക്ക് നമുക്ക്. നിങ്ങളിപ്പോൾ കേട്ടത് മുനമ്പത്ത് വഖഫ് ബോർഡിന്റെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ഒരാളും
സമരസമിതിയിലെ യുവ നേതാവുമായിട്ടുള്ള റെനി ദേവസിയുടെ ശബ്ദമാണ്. ഇനി എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസ്സുകാരോടും പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴും 80കളിലാണ് ജീവിക്കുന്നത്. ജനം 2025 കവലപ്രസംഗങ്ങൾ കേട്ടും നേതാക്കൾ പറയുന്നത് വിശ്വസിച്ചും പ്രകടന പത്രിക വായിച്ചും വോട്ട് ചെയ്തിരുന്ന പഴയ കാലമെല്ലാം പോയി. ഇന്ന് നെല്ലും പതിരും കയ്യിലിരിക്കുന്ന ഫോണിൽ തെളിഞ്ഞു വരുന്ന പുതിയ യുഗമാണ്.